ഈ പൗരത്വ നിയമത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ഈ നീക്കമുണ്ടല്ലോ, കേരളം വലിയ തോതിൽ അതിനെതിരായ ഒരു പൊതു നിലപാട് സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ പോലും നിറവേറ്റാൻ കഴിയാത്ത വിധം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ താഴെ പോകും. ഒരിക്കലുമില്ല. ഞങ്ങൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കും, ഒരു സംശയവും വേണ്ട. രണ്ടക്കം കടക്കും. എത്ര രണ്ടക്കം കടക്കും? രാഹുൽ ഗാന്ധിയുടെ കൊടി വാള വെച്ച് കൊടുത്തില്ല. 400 നേടും. എന്തേ മത്സരിക്കാൻ? എം പിയുടെ പോയി തൃശ്ശൂരിൽ എം പിയുടെ പോയി സിറ്റിംഗ് എം പിയുടെ പോയി എന്റെ ഗണേശ കേരളത്തിൽ ഒരു സ്ഥലത്ത് ബി.ജെ.പി. 2ാം സ്ഥാനത്ത് വരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 1ാം സ്ഥാനം വേണ്ട 2ാം സ്ഥാനത്തുണ്ടാവോ? ഇലക്ട്രൽ ബോണ്ട് ഒന്നായിട്ട് വാങ്ങിയെടുത്ത് ഭീഷണി വെച്ച് ഈ നാട് മുഴുവൻ നിങ്ങൾക്കുണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ കഥകള് ഈ രാജ്യത്തെ ഞങ്ങൾ ഏത് കമ്പനിയോടാ ഏത് ഭരണം ഉപയോഗിച്ച് വാങ്ങിയത്? എന്തോ ഈ പറയുന്നത്? നിങ്ങൾക്കും ഇലക്ട്രൽ ബോണ്ട് കിട്ടിയോ? ആ ഇലക്ട്രൽ ബോണ്ട് ആണോ സുപ്രീം കോടതി റദ്ദ് ചെയ്തത്? എന്താണ് പറഞ്ഞത്? ഇത് സുതാര്യമല്ല. അപ്പൊ അതിൽ വന്നിട്ടുള്ള കമ്പനികൾ അതിനെ പിടിപ്പിച്ച് അതിനകത്ത് എങ്ങനെയൊക്കെ കൊണ്ടുവന്നുള്ള വളരെ കമ്പനികളുടെ നിങ്ങൾ വാങ്ങിയത് വിശുദ്ധന്മാരുടെ, അവര് വാങ്ങിയത് കള്ളന്മാരുടെ. അതെന്ത് ന്യായം? ഏതായാലും എനിക്ക് തോന്നുന്നില്ല നിജേഷ് കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയുന്ന വിശദീകരണം. രാഹുൽ ഗാന്ധി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് എതിർത്തത്. ഇലക്ട്രൽ ബോണ്ടിനെ രാഹുൽ ഗാന്ധി എതിർത്തതായി അറിയാവുന്നവരോ എതിർത്തിട്ടില്ല എന്ന് പറയേണ്ടതായിട്ടുള്ള ആളുകളുണ്ടെങ്കിലോ നിങ്ങൾക്ക് പറയാം. രാഹുൽ ഗാന്ധി എതിർത്തോ? അല്ല, ഒരു ചോദ്യം കൂടി ചോദിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് ആര് ജയിക്കും? അപ്പൊ നിങ്ങളെ സർവേന്റെ റിസൾട്ട് മനസ്സിലാവും. അത് മോശമല്ലേ? ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർവേ നടത്തി ഒരുപാട് ആളുകളെ മാധ്യമങ്ങൾ ജയിപ്പിച്ചു. നിജേഷിന് അറിയാലോ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ ആളുകളെ മാധ്യമങ്ങൾ ജയിപ്പിച്ചു. സർവേ നടത്തി. ഞങ്ങൾ ആ പണിക്ക് പോയില്ല. ചെയ്തവരൊക്കെ ഏറലായിരുന്നു. അതുകൊണ്ട് ആ പണിക്കില്ല. ആര് ജയിക്കണം എന്നുള്ളത് കോഴിക്കോട്ടുകാർ തീരുമാനിക്കും. അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, രാഹുൽ ഗാന്ധി ഇലക്ട്രൽ ബോണ്ടിനെ ആദ്യം മുതൽ എതിർത്തിരുന്നോ? എതിർത്തോ? കോൺഗ്രസ് വാങ്ങില്ല. കാശ് വാങ്ങിച്ചോണ്ട് എതിർക്കുന്ന അഴിമതിയാണ്, ശാസ്ത്രീയമായ അഴിമതിയാണ്. ഇതാണ് നിലപാട്. നിങ്ങൾ പിറ്റേ ദിവസം മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശിന്റെ വാർത്താക്കുറിപ്പിലാണ്. വെറുതെ എന്തെങ്കിലും പറയുന്നത്. ഒരു സുപ്രധാനമായ കാര്യത്തിൽ ഇവിടെ പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു സുപ്രധാന രാഷ്ട്രീയ പ്രശ്നം പറയാൻ വക്താവിന്റെ വാർത്താക്കുറിപ്പ് മതിയോ? ഈ സുപ്രീം കോടതി ഇത് റദ്ദ് ചെയ്യുന്നവരെ ഇത് നിയമാനുസൃതമായിരുന്നു അല്ലേ? ആഹാ, കൊള്ളാലോ. CPM അല്ലേ? ഇരുന്നോ. കമ്പനികളോട് ഭീഷണിപ്പെടുത്തി ഈടിനെ പേടിപ്പിച്ച് CPIനെ പേടിപ്പിച്ച് പൈസ വാങ്ങുന്നത് നിയമാനുസൃതമാണോ? കയ്യിൽ നിന്ന് ഞങ്ങൾ മേടിച്ച നിയമാനുസൃതമാണ്. CPM അല്ലേ ഇരുന്നോന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ CPM ആണ് ഇരുന്നല്ലോ പറഞ്ഞല്ലോ. CPM ബോണ്ട് വാങ്ങിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഇരുന്നോ? പറയട്ടെ. ഈ രാഹുൽ ഗാന്ധി ഫണ്ടിനെതിരാണെന്ന് പറഞ്ഞാൽ ആ പൈസ വേണ്ട നിങ്ങൾക്ക് പറഞ്ഞാ പോരെ? രാഹുൽ ഗാന്ധി ആ ഫണ്ടിനെതിരാണെങ്കിൽ ആ പൈസ ഞങ്ങൾ വാങ്ങുന്നില്ല എന്ന് കോൺഗ്രസിന് പറഞ്ഞാ പോരെ? 1500 കോടി വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഇപ്പൊ പറയാ ഞങ്ങൾ എതിരായിരുന്നു. 1500 കോടി വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഇപ്പൊ പറയാ ഞങ്ങൾ എതിരാണ്.